ഹായ് ഗൈസ്, വെൽക്കം ടു വീലൻ. സോ നമ്മുടെ UPSC കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് വീഡിയോ ആണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഞാൻ എല്ലാവരും കാണണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇതിനകത്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് പലർക്കും അക്സെപ്റ്റൻസ് ഇല്ലാത്ത പല കാര്യങ്ങളും കയറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് മലയാളികളായ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവർക്ക് മുകളിൽ പോലീസ് ചാർത്തിയ കുറ്റങ്ങൾ ഇവയായിരുന്നു: ഭാരത് ന്യായ സംഹിതയുടെ സെക്ഷൻ 143 അനുസരിച്ചുള്ള ഹ്യൂമൻ ട്രാഫിക് അഥവാ മനുഷ്യക്കടത്തും, 1968 ഫ്രീഡം ഓഫ് റിലീജിയൻസ് ആക്ടിലെ സെക്ഷൻ 4 അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം എല്ലാവർക്കും ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള മതം പ്രൊഫസ് ചെയ്യുവാനും പ്രാക്ടീസ് ചെയ്യുവാനും അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുവാനും. പക്ഷെ ഇവിടെയുള്ളൊരു കോൺട്രഡിക്ഷൻ ഇതാണ്: പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം നമുക്ക് ആരെങ്കിലും മതം മാറ്റുവാനുള്ള അധികാരം നമുക്കിവിടെ നൽകുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയൻ നൽകുമ്പോൾ കൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29 സബ് ക്ലോസ് 1 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ്. എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ റിസൈഡിംഗ് ഇൻ ഇന്ത്യ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ഇറ്റ്സ് ഡിസ്റ്റിങ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ. അങ്ങനെ ഇതിന് കീഴിലാണ് നമ്മുടെ ലിംഗ്വിസ്റ്റിക്കും അതുപോലെ തന്നെ കൾച്ചറൽ മൈനോറിറ്റി. ഈ കൾച്ചറൽ മൈനോറിറ്റിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രൈബൽ ആയിട്ടുള്ള വ്യക്തികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫുകളും കസ്റ്റംസും കൾച്ചറൽ സിസ്റ്റവും ഒക്കെ സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29 സബ് ക്ലോസ് 1 പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 29 സബ് ക്ലോസ് 1 സംരക്ഷണത്തിനായി ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചില പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിയമങ്ങളൊക്കെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ കേസുകളും വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരു കേസ് ഞാനിവിടെ പറയാം. 1977 സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുകയുണ്ടായി. അതായത് മതപരിവർത്തന നിരോധന നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന കേസായിരുന്നു അത്. ആ കേസ് നടന്നത് ഇങ്ങനെയായിരുന്നു: റവറ സ്റ്റെയിൻസ്ലാലസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശാണ് 1977. അപ്പോൾ ഇതിൽ വന്ന സുപ്രീം കോടതിയുടെ വിധി അല്ലെങ്കിൽ വെർഡിക്റ്റ് ഇതായിരുന്നു. വെർഡിക്റ്റ് പറഞ്ഞത് ഇതാണ്: ദ റൂൾ ദാറ്റ് ദ പ്രൊപ്പഗേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫോഴ്സിബിൾ കൺവേർഷൻ. അതായത് നമുക്ക് മതം പ്രൊപ്പഗേറ്റ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം ഫോഴ്സിബിൾ കൺവേർഷൻ എന്നല്ല. ഈ ഫോഴ്സിബിൾ കൺവേർഷൻ എന്താണെന്നുള്ളത് ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഫോഴ്സിബിൾ കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ഒരാളെ പിടിച്ച് വെച്ച് ഇടിച്ചു കൂട്ടി അവരെ നമ്മൾ മതം മാറ്റുന്നതല്ല ഫോഴ്സിബിൾ കൺവേർഷൻ. ഫോഴ്സിബിൾ കൺവേർഷൻ എന്നതിന് പല തലങ്ങളുണ്ട്. 1950 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ മധ്യ ഇന്ത്യയിലെ ട്രൈബൽ പോപ്പുലേഷനിടയിൽ വലിയ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഇതിനെ തുടർന്ന് അന്നത്തെ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ 1954 ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. ആ ജുഡീഷ്യൽ കമ്മീഷനായിരുന്നു നിയോഗി കമ്മീഷൻ. അങ്ങനെ 700 വില്ലേജുകളിലായി 11,300-ലധികം വ്യക്തികളിൽ സർവേ ചെയ്യുകയും ഇതിനെ പിന്തുടർന്നിട്ടാണ് മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നിലവിൽ കൊണ്ടുവരികയും ചെയ്തത്. ഇവിടെ നിർബന്ധിത മതപരിവർത്തനം എന്നതിന് പുതിയ ചില അർത്ഥങ്ങൾ കൂടി രൂപപ്പെട്ടു വരികയും ചെയ്തു. ഒന്നാമതായി, ഫോഴ്സ് ചെയ്യുക എന്നതിന് നമ്മൾ ഒരാളെ ഫിസിക്കലി ഫോഴ്സ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഇപ്പോൾ ഒരാളിലേക്ക് ദൈവത്തെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ഭയം നൽകുകയാണ്. അങ്ങനെ ഭയം നൽകി അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നതും ഫോഴ്സ് എന്നുള്ളതിൻ്റെ കീഴിൽ ഒരർത്ഥമായിട്ട് കൊണ്ടുവരികയുണ്ടായി. രണ്ടാമതായിട്ട് ഫ്രോഡ് അല്ലെങ്കിൽ മിസ്ഇൻ്റർപ്രിട്ടേഷൻ. അതിങ്ങനെയാണ് പറയുന്നത്: അതായത് നമ്മുടെ മതം അല്ലെങ്കിൽ ദൈവത്തിനൊരു സുപ്രീമായിട്ടുള്ള സ്പിരിച്വൽ പവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ദൈവം, ഇങ്ങനെയാണ് ദൈവം എന്നൊക്കെയുള്ള സ്പിരിച്വൽ പവേഴ്സ് നമ്മൾ കാണിച്ച് അങ്ങനെ ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷൻ നൽകി അവരെ നമ്മൾ മതം മാറ്റാനായിട്ട് പ്രേരിപ്പിക്കുന്നതും ഈ നിയമത്തിന് കീഴിൽ തെറ്റായിട്ട് മാറുകയുണ്ടായി. മൂന്നാമതായിട്ടാണ് അലൂർമെൻറ്റ്. അലൂർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ഒരു ജോലി നൽകുക, പണം നൽകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനഫിറ്റുകൾ നൽകുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അയാളോട് പറയുന്നു, നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾ മതം മാറുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് തരാം. അപ്പോൾ ഇതൊക്കെ അലൂർമെൻറ്റിനകത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് ചേരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് ചേരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരാം. അപ്പോൾ ഇതൊക്കെ അലൂർമെൻറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇതും നിയമപരമായിട്ട് കുറ്റമാക്കി മാറ്റുകയുണ്ടായി. അങ്ങനെ പോസിബിൾ കൺവേർഷൻ എന്നുള്ളതിനും ഡെഫിനിഷനിൽ മാറ്റങ്ങൾ വരികയുണ്ടായി. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ നാട്ടിലെ കന്യാസ്ത്രീകൾ അറസ്റ്റിലാകാൻ കാരണമായതിന് പിന്നിലെ നിയമം എന്നുള്ളത്. സോ ഞാനിവിടെ ഈ നിയമത്തിൻ്റെ വ്യാഖ്യാനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇതിലേക്ക് വന്ന നാൾവഴികളും മാത്രമാണ്. ഇതെൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട് UPSCക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് സർവീസ് എക്സാംസിനൊക്കെ ആയിട്ട് പഠിക്കും. സ്റ്റേറ്റ് സർവീസ് എക്സാമിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ UPSCക്ക് കറണ്ട് അഫയേഴ്സിന് അതുപോലുള്ള നിയമങ്ങളും ഇൻ്റർപ്രിറ്റേഷൻസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ അപ്പോൾ ഈ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി മാത്രം എടുത്താണ്. സോ അതുകൊണ്ട് വേറൊരു രീതിയിലൊന്നും നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നും കൊണ്ടുവരല്ലേ. കാരണം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ. സോ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.